വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കിലേക്ക് വരട്ടെ, വന്നവൻ കുടിക്കട്ടെ. കുടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. അതിന്റെ അർത്ഥം കം ആൻഡ് ഡ്രിങ്ക് ആൻഡ് ഫ്ലോ. വന്ന് പാനം ചെയ്യുക എന്നൊരു ഒഴുകുക. നീ പാനം ചെയ്താൽ പിന്നെ നിന്നിൽ നിന്ന് ഒഴുകുന്നത് ജീവന്റെ ജലനദിയാണ്. ജീവന്റെ ജലനദികൾ ഒഴുകണമെങ്കിൽ ജീവൻ പാനം ചെയ്യണം, ജീവനിൽ വളരണം. അത് നൽകുവാൻ യേശുവിന് കഴിയും. ഈ സഹോദരിയോട് ദൈവം പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ദാഹിക്കത്തില്ല, അത് നിത്യജീവന് വേണ്ടി പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അർത്ഥം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകത്തേക്ക് വരുമ്പോൾ അകത്ത് നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തേക്ക് വരും. ആ ഒരു സ്പിരിച്വൽ ഫ്രൂട്ട്സ് വരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണ്ട. കർത്താവ് കൊടുക്കുന്ന ആത്മാവ്, ഞാൻ നൽകുന്ന ജലം, ഞാൻ നൽകുന്ന ദാഹം തീർക്കുന്നത് നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ പിന്നെ പുറത്തു വരുന്നത് എന്നാണെന്നറിയോ? ആത്മാവിൻ്റെ ഫലങ്ങളാണ്.